ഇതിനു വേണ്ടിയിട്ട് കുറച്ചധികം എഫേർട്ട് എടുത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോബിൻ സാറാണ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറാണ് സാറ്. സാറിന് പ്രത്യേകമായിട്ട് ദിവസങ്ങളിലായിട്ട് നമുക്കത് ഇനി ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് എൻ്റെ കാര്യങ്ങൾ. ഞാനത് മുമ്പ് ഇതിനടുത്തും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളവർ ഇവിടെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ വന്ന് അതൊന്ന് പേര് ഒപ്പിട്ട് പോവുക. അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കത് നിങ്ങൾ വിളിക്കുന്നതനുസരിച്ച് വന്ന് അതിന്റെ ഫോർമാലിറ്റീസ് മിനിമം ഫോർമാലിറ്റീസ് ആണ് ഉണ്ടാവുക. അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും സത്യമായിട്ടും തന്നെ ഇന്ത്യയൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. മറ്റു ഹോസ്പിറ്റലുകളിലും എല്ലാം മത്സര ബുദ്ധിയോട് കൂടെ തന്നെ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മനസ്സായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇതിനെല്ലാം നേതൃത്വം നൽകി നമ്മുടെ DLO ആണ്. അത് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരമൊരു ഇനീഷ്യേറ്റീവ് എല്ലാ തർക്കങ്ങളുടെ ഇടയിൽ നിൽക്കാൻ ഒരാള് തിരിച്ചും അവരുടെ രണ്ട് ഭാഗങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിൽപ്പെടുത്താൻ ഒരാളുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അത് ആ റോഡ് ഭംഗിയായിട്ട് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ കുറേ നഴ്സസ് നമ്മൾ എടുത്തിട്ടുണ്ട്, പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പല വാർഡുകൾ അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല രോഗികളെയും നമുക്ക് തിരിച്ചു വിടേണ്ടതായിട്ടും വരുന്നുണ്ട്. പല ICUകളിലും നഴ്സുമാരും അതിൻ്റെ പേരിൽ. എന്നിരുന്നാലും നമ്മുടെ പേഷ്യൻസ് രോഗികളുടെ അമലയിലുള്ള വിശ്വാസം കളഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അമലയുടെ 48 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വന്ന ദിവസം ഇന്നലെയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തോ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. നുണ പറഞ്ഞതാണ്. വീക്കിലി ആയിട്ട് നമ്മൾ ട്രെൻഡ് കാണിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചകളിൽ കഴിഞ്ഞ അഞ്ചാഴ്ചയായിട്ട് തിങ്കളാഴ്ചകളിൽ വന്ന 2555, 2415, 2578, 2658, ഇന്നലെ 2928. അപ്പോൾ പേഷ്യൻസ് നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമുണ്ട്. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാനും വർക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. നമ്മളതൊക്കെ ഏകദേശ ധാരണയിൽ നമ്മളായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറേ പേരൊക്കെ പരിചയങ്ങളുണ്ട്, കുറേ പേരൊക്കെ ഇല്ല. പക്ഷെ ഇന്ന കുറേ പേർക്കൊക്കെ പരിചയമാണ്. ഇന്നലെ പേഷ്യന്റിന്റെ കൂടാൻ ഇന്നലെ നിങ്ങൾ സ്ട്രൈക്ക് പിൻവലിച്ച് ഇന്നലെ തീർന്നതായിരുന്നു. ഒരു ആശയവിനിമയത്തിലുള്ള ഒരു ഘട്ടമായിരുന്നു.
അതിന് കുറച്ചുകൂടി വ്യക്തത വരുത്തി അങ്ങനെയാണ് തീർപ്പാക്കിയത്. അപ്പൊ ഞാനല്ല കാരണം, നിങ്ങളാണ് കാരണം. എന്റെയും മാനേജ്മെന്റിന്റെ വിശ്വാസത്തിലെടുത്തു. എനിക്കൊന്നും പറയാറുണ്ട്. എനിക്ക് മനസ്സിലായൊരു കാര്യം, മാനേജ്മെന്റ് ഒരിക്കലും നിങ്ങൾക്ക് എതിരല്ല, നിങ്ങൾ ഒരിക്കലും മാനേജ്മെന്റിന് എതിരല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ആ പരസ്പര വിശ്വാസവും സഹകരണവും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എപ്പോഴും നിലനിർത്തി, നല്ലൊരു ബന്ധം, ഊഷ്മളമായ ബന്ധം നിലനിർത്തി പരമാവധി തർക്കങ്ങളൊന്നും ഇല്ലാതെ എല്ലാ തർക്കങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു സ്പേസ് ഇട്ടുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാധ്യത ഞാൻ മനസ്സിലായത്. അതുകൊണ്ടാണ് ആ 30-ാം തീയതിയുടെ ഡയറക്ടർ അച്ഛനായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത്രയും തീർന്നത്. അപ്പോൾ ഡയറക്ടർ അച്ഛനും CEO സൈനി സാറ്, ഫിൽജോ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാനൊരു സത്യം ഞാൻ പറയാം, ഫിൽജോ ആണ് തീരാനുള്ള ഒരു ഏറ്റവും വലിയ കാരണം. ഒരു കൈയടി കൊടുക്കാൻ